അപ്പോൾ ഗൈസ് എൻ്റെ വാപ്പയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് ഇന്ന് ഷീറ്റിൽ നിന്നാണ് ഒരു നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ആയിട്ടുള്ള വീടാണ്. സോ നമ്മളിവിടെ വന്നേക്കാണ് അടിപൊളി കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ബാലിയാച്ചിന് വന്നിട്ടുള്ളത് വാപ്പയുടെ ഒരു ബെസ്റ്റ് കൂട്ടുകാരിയുടെ വീടാണ്. സോ അതാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ നമുക്ക് ബാക്കി കാണുമ്പോൾ മനസ്സിലാവട്ടെ. സോ ഗൈസ് ഇതായിരുന്നു വീടിൻ്റെ ഒരു ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇവർ ഒരു വീട് വെച്ചേക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും കാറിലിടാനുള്ള ഒരു ഇതും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. സോ ഇതേ കണക്കായിരുന്നു അവരുടെ ഹാളും ഫ്രണ്ട് വശമൊക്കെ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇരിക്കാനായാലും നല്ല രസമായിരുന്നു ആ ഒരു ഫ്രണ്ട് വശം കാണാൻ. പിന്നെ അകത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല സെറ്റിയൊക്കെ ഇട്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടും ഇവിടെ അകത്തെ ഒരു സെറ്റി ഉണ്ട്. പിന്നെ വന്നിട്ട് പുറത്ത് വന്നിട്ട് ഡോറ് വന്നിട്ട് അവിടെ നിറയെ സ്റ്റോണൊക്കെ വെച്ചിട്ടൊരു വർക്കാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു അടിപൊളി എന്താ പറയുന്നത് നല്ല രസമായിട്ട് ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. സോ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് റിലേറ്റീവ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ വന്നിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു എന്താണ് ഗാർഡൻ നമുക്ക് പറയാം. സോ ഇതായിരുന്നു ഗാർഡൻ. പിന്നെ ഇത് വന്നിട്ട് ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഇത് നമുക്ക് അപ്പുറത്ത് നടക്കുന്ന എല്ലാം കാണാൻ പറ്റും കേട്ടോ. അതുപോലെ കിച്ചണിൽ നമുക്ക് എല്ലാം ഈസി ആയിരിക്കും. സോ കിച്ചണും ഈ ഡൈനിങ് ഏരിയയും ഒരേ സ്ഥലത്തായിക്കൊണ്ട് ഇവിടെ എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കൂ കേട്ടോ എന്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. സോ ഇതാണ് വന്നിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിട്ട്. പിന്നെ അവിടെ ഒരു വാഷിംഗ് ബേസിനുണ്ട്. അവിടെ നമുക്ക് കൈയൊക്കെ കഴുകാനുള്ള സ്ഥലം കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ഇതാണ് കിച്ചൺ എന്നൊരു സിമ്പിളായിട്ടുള്ള കിച്ചൺ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ കൊടുത്തിട്ട് നല്ലൊരു സ്ഥലം, നല്ല രസമാണ് കിച്ചണൊക്കെ കാണാനായിട്ട്. ഇതായിരുന്നു കിച്ചൺ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലത്തുള്ള കേട്ടോ. പിന്നെ നമ്മൾ മേളിലൊക്കെ കേട്ടോ പോകുന്നത്. മേളിലും അത്യാവശ്യം നല്ല സ്ഥലം, നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലം കേട്ടോ മേളിൽ. നമ്മൾ മെയിനിൽ പോയപ്പം തന്നെ അവിടെ ഒരു ചെറിയൊരു ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. ടി വിയുടെ സൈഡിൽ നമുക്കിതേ നല്ലൊരു സെറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ടി വി കാണാൻ നല്ല രസമായിരിക്കും. മേളിൽ റൂമുള്ളവർക്ക് നല്ല രസമായിരിക്കും കേട്ടോ. അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ അവിടെ വരാം. പിന്നെ ഇതാണ് ഇവിടെ വന്നിട്ട് ഇവരുടെ എന്താണ് ടെറസ് വന്നിട്ട്. ഇനി മേളിലുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയാണ് അവർ എന്താണ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് കൂടുതലും. ഇവിടെയും വന്നിട്ടൊരു സെറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നിട്ട് വരാന്തിൽ വന്നിട്ട് ഇരിക്കാനായിട്ട് ഇവിടെ ഒരു സെറ്റി ഉണ്ട്. ഇതാട്ടോ സെറ്റി. നമുക്ക് ഇവിടെ ഒരു സെറ്റി ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. പിന്നെ വന്നിട്ട് എന്താണ് ഉള്ളിൽ വന്നിട്ട് കേട്ടോ കാണിക്കുന്നത്. സോ ഉള്ളിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു ടി വി ഉണ്ടെന്നും. അപ്പോൾ ടി വിയിൽ നമുക്ക് ഇതേ എനിക്കിതൊരു സെറ്റ് ഉണ്ട്. നമുക്ക് കാലൊക്കെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേസുള്ള സ്ഥലമായിട്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട്. കണ്ടെല്ലാവരും ഇരിക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. സോ ഇതാണ് വന്നിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ബാൽക്കണി ഇവിടെ കേട്ടോ. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഗായ്സ്. ഇത് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ഊഞ്ഞാലിടാൻ പറ്റില്ല. സോ ഇതാണ് ഇവിടെ വന്നിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും രാത്രിയൊക്കെ വന്നിട്ട് ഇരിക്കാനായിട്ട്. ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ വീണ്ടും താഴെ വരികയാണ്. ഇവിടെ നമുക്കൊരു ടി വി ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഇഞ്ചുള്ള ടി വി ഇവിടെ ഉണ്ട്. ഇതാണ് സെറ്റിയുടെ സ്ഥലങ്ങളൊക്കെ വന്നിട്ട്. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നിസ്കരിക്കാൻ ഒരു റൂം, എല്ലാവർക്കും ഒരുമിച്ച് നിസ്കരിക്കാൻ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാവർക്കും നിന്ന് നിസ്കരിക്കാനുള്ള ഒരു അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ മക്കയുടെ മദീനയുടെയൊക്കെ അവിടെയൊക്കെ കൊടുത്ത് ജനലുകളും പിന്നെ നിറച്ച് മുസല്ലകളൊക്കെ ആയിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാനായാലും എന്തായാലും നല്ലൊരു വർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവർ. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കാണിച്ചിട്ടില്ല. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം. അപ്പോൾ ഇത് വന്നിട്ടൊരു റൂമാട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പേസുള്ള നമുക്ക് അത്യാവശ്യം ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ അച്ചീവായിട്ടുള്ള എന്താണ് ബെഡും അതുപോലെ തന്നെ എന്താണ് കബോർഡുകളും അലമാരകളും അവിടെ തന്നെ ബാത്റൂം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതങ്ങനെയായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് നമുക്ക് എന്ത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായതുകൊണ്ട് ഈ വീട്. പിന്നെ നമ്മൾ വന്നിട്ട് എന്താണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ആളെന്നാണ് ഇത് നടന്നു വരും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടെങ്കിൽ നടന്നു വരും കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ബീഫ് ബിരിയാണിയും സലാഡും പപ്പടവും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ഞാൻ ഐസ്ക്രീം നോക്കിക്കൊണ്ട് വരികയാണ്. സോ ഇതായിരുന്നു. പിന്നെ എനിക്ക് ഊഞ്ഞാലാടാൻ ഒരു അവസരം കിട്ടും കേട്ടോ. നമ്മുടെ ബാൽക്കണിയിൽ വന്നിട്ട് ഫ്രണ്ടിലെ ബാൽക്കണിയിൽ വന്നിട്ട് നമുക്കൊരു അടിപൊളി ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആടുമായിരുന്നു കേട്ടോ. അപ്പം
അടുത്തിരിക്കുന്ന ആൾ ചോദിക്കുമായിരുന്നു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് എനിക്ക് ചോദിക്കണം, ഫ്രണ്ട്സിൻ്റെ ഒക്കെ പേരൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആശയിൻ്റെ ഇടയ്ക്ക് വന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ഊനാലിരുന്ന് ആടാനായിട്ട്. സോ അടിപൊളിയായിരുന്നു. അങ്ങനെ അതെ ഇതാട്ടോ ഒരു ഫ്രണ്ട് കണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഡൈനിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ഡൈനിങ് ഏരിയയിലോട്ട് കയറാൻ പറ്റും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ ഏരിയ വന്നിട്ട് ലൈറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കാലേജിൽ പോയിട്ട് നമ്മൾ ഫെസ്റ്റിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാഷിൽ നിന്നായിരുന്നു ഫെസ്റ്റിന് എനിക്കൊന്ന് വന്നോളാൻ വരികയായിരുന്നു. ഫെസ്റ്റിന് വന്നു ഇതേ റൈഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇത് ദിയായ ആശയും ബാപ്പിയും കൂടെ സയറൊക്കെ ഉണ്ടായിരുന്നു. ഇവർ മരണക്കിണർ കയറിയതാട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ പൊളി കയറുന്നിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. എനിക്ക് ഇതിനകത്ത് കയറുന്ന ഇഷ്ടമല്ല കേട്ടോ. പേടിയായിട്ടല്ല, എനിക്കിനകത്ത് കയറുന്ന ഇഷ്ടമല്ല. സോ അതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം ഇത്ര ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു എന്നിട്ട് മരണക്കേട് 3 കാറും അത് കണക്ക് 2 ബുള്ളറ്റ് ആദ്യം തോന്നുന്നു എനിക്ക്. ഞാൻ കയറിയിട്ടില്ലായിരുന്നു, എടുത്ത് കേട്ടോ ഇത്. പിന്നെ ഇതായിരുന്നു നമ്മുടെ മരണക്കിണറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടോ. ഇത് ഭംഗിയല്ല കാണാനായിട്ട് എല്ലാം ജെയിൻ്റ് വീയും അതുപോലെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനും ആശയും കയറിയിട്ടുണ്ടായത് ഈ സാധനത്തിലേക്കായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കറങ്ങുന്നൊരിതുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. നല്ല രസമായിട്ട് ഇതിൽ കയറാനായിട്ട്. നല്ല പൊങ്ങി ഡാമിൽ പോകുന്നതായിട്ട് നിൽക്കുക. ഇതിലാണ് ഞാനും ആശയും കയറി പൊങ്ങി ഡാമിൽ ഇങ്ങനെ പോകുന്നത്. പേടിയൊന്നും അതിൽ ഇത് ആദ്യം സ്ലോയിൽ പോയിട്ട് പിന്നെ സ്പീഡിൽ കയറി കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ കയറി പൊങ്ങിപ്പോയി. ഇതായിരുന്നു മരണക്കിണറിൻ്റെ എടുക്കുന്നതാണ്. ആദ്യം ഒരു 1-2 ബൈക്ക് ഇങ്ങനെ വരും. പിന്നെ കാറ് അങ്ങനെ അതിന് പോകും കേട്ടോ. ഇതായിരുന്നു നിങ്ങൾ കണ്ടു നോക്കും കേട്ടോ. പറക്കിയൊന്നും പോവുകയാണ് നിങ്ങൾ കണ്ട ഗൈസ്. ഈ പതുക്കെ കാറുകൾ ഇതിനകത്ത് കയറാൻ തുടങ്ങും കേട്ടോ. 3 കറങ്ങുന്നുണ്ടാകണ്ട കാറുകൾ കറങ്ങുന്നുണ്ടോ. ഇപ്പോൾ കാറുകൾ എടുക്കാൻ തുടങ്ങും. കിടാന്നിട്ട് അടിക്കും കേട്ടോ. നമ്മളിതാ കാറുകൾ കയറുന്നിട്ട് 1 കയറി 2 കയറി കണ്ട ഗൈസ് കണ്ടോ. സ്പീഡിൽ പോകുന്നുണ്ട് കാറുകളൊക്കെ കയറ്റുന്നത്. ഇതായിരുന്നു. സോ പിന്നെ വന്നിട്ട് ഞാൻ വെങ്കിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കെടുക്കുന്നതെന്ന് നോക്കട്ടെ. ഇതേ മരണക്കിണറിലെ ഇഷ്ടമായിട്ട് നിങ്ങൾ കാണുന്നത്. ഇതിനൊക്കെ സമ്മതിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം പിന്നെ 3 കാറായിട്ട് ഇപ്പോൾ 3 കാറും 2 ബുള്ളറ്റായിട്ട് ഇതിനൊക്കെ നല്ല കഴിവായിട്ട് നമ്മൾ സമ്മതിച്ച് നോക്കാം. അവരെന്ത് എഫേർട്ട് ഇട്ടാക്കി ഇതൊക്കെ ചെയ്യുന്നത്. ആൾക്കാർ താഴെ നിൽക്കുന്നത് ഈ ടോപ്പിലാണ് നിൽക്കുന്നത്. സോ പിന്നെ നമ്മൾ ഇവിടുത്തെ പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടും പിന്നെ എന്തോ അമ്മ പാട്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല DJ സോങ് ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. പാല് വെച്ചിനും പോയിട്ടുണ്ടായിരുന്നു. Thank you.